പലപ്പോഴും കടച്ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാത്ത ആൾക്കാരുണ്ട്. എന്നാൽ കടച്ചക്കയുടെ എവിടെ കിട്ടിയിരുന്നാലും കഴിക്കണം, കളയരുത്. കാരണം പലരും ഇതൊരു കറിയായിട്ട് ഉപയോഗിക്കുമെങ്കിലും കറി എന്നതിനേക്കാളും അപ്പുറമായിട്ട് നമുക്ക് നല്ലൊരു ഭക്ഷണം എന്ന രീതിക്ക് കടച്ചക്ക ഉപയോഗിക്കാവുന്നതാണ്. കടച്ചക്ക അവയ്ക്കകത്ത് ഉയർന്ന അളവിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇതിനകത്ത് സോലുബിൾ ഇൻസോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആസിഡിറ്റി, നെഞ്ചരിച്ചിലുള്ള പ്രശ്നം മാറുന്നതിന് നല്ലൊരു ഭക്ഷണമായിട്ട്, കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, കുടലിനകത്ത് ചീത്തമായിട്ടുള്ള പല വസ്തുക്കൾ അടിഞ്ഞുകൂടാതിരിക്കുന്നതിന് നല്ലൊരു ചൂല് പോലെ വർക്ക് ചെയ്യുന്ന ഈ നാരുകള് നിങ്ങൾക്ക് മലശോധന ശരിയാക്കുന്നതിന്, മലത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനെല്ലാം സഹായിക്കും. കൂടാതെ ഉയർന്ന അളവിൽ പൊട്ടാസ്യവും മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതിന് തന്നെ ഹൃദയത്തിന് ഇത് വളരെ സപ്പോർട്ടീവാണ്. നമ്മുടെ മസിൽസിനും എല്ലുകളുടെയും ആരോഗ്യത്തിനും മെഗ്നീഷ്യം സഹായിക്കും. ക്ഷീണം മാറുന്നതിന് സഹായിക്കും. ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. രോഗങ്ങൾ പെട്ടെന്ന് മാറുന്നതിന് സഹായിക്കും. നമ്മൾ ചെറിയൊരളവിൽ കറി വെച്ചിരുന്നാൽ തന്നെ നമുക്ക് പാവങ്ങളുടെ ഇറച്ചിക്കറി എന്ന് പോലും വിളിക്കാവുന്ന, വെജിറ്റേറിയൻസിന് വരെ നമുക്ക് കഴിക്കുമ്പോൾ ഇറച്ചി പോലെ കറി വെച്ച് കഴിക്കാവുന്ന ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഉയർന്ന അളവിൽ നമുക്ക് എനർജി സപ്ലൈ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. നല്ല ക്ഷീണം മാറാൻ സഹായിക്കുന്ന, ഒരു നേരത്തെ വിശപ്പ് മാറ്റുന്ന നല്ലൊരു ഭക്ഷണമാണ് കടച്ചക്ക. മാത്രമല്ല നിറയെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇവ കഴിക്കാം. പ്രമേഹ രോഗികളിലും കഴിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും ഇത് ചോറിനോടൊപ്പം ഒക്കെ ചേർത്തിട്ട് കഴിക്കാറുണ്ട്. ഇങ്ങനെ ഇവ ഉയർന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് തന്നെ വീണ്ടും നമ്മൾ അന്നജമായിട്ടുള്ള ചോറിനൊപ്പം മറ്റു ഭക്ഷണങ്ങളോടൊപ്പം ചേർത്താൽ ഡബിൾ ഡോസിൽ നമ്മുടെ ഉള്ളിലേക്ക് എനർജി എത്തുന്നതിനും വണ്ണം വയ്ക്കുന്നതിനും കാരണമാകും. അതുകൊണ്ട് കടച്ചക്ക കഴിക്കാൻ നല്ലത് ഇത് മാത്രമായിട്ട് നമ്മൾ തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പുഴുങ്ങിയിട്ട് നിങ്ങൾ അത്യാവശ്യം കടുകൊക്കെ വറുത്തിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുക. കടച്ചക്ക കൊച്ചുകുട്ടികളെ പോലും ശീലിപ്പിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ.